ഇതിനു വേണ്ടി മെയിനായിട്ട് വേണ്ട ഉഴുന്ന് പരിപ്പാണ്. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ പോളിഷ് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ, അല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി കൂടി ഉണ്ടാവും, കറുത്ത കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് 1/2 കപ്പ് എടുത്തു. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ 2 തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യൂരി ആക്കും. ഇതിൻ്റെ തൊലി തിളപ്പിച്ചിട്ട് തൊലി കളഞ്ഞ് അത് പ്യൂരി ആക്കി എടുക്കും. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആവശ്യമാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമുക്ക് 1 മുതൽ 1.5 ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം, അങ്ങനെ എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഇത് അതുപോലെ തന്നെ മല്ലിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വഴറ്റാനൊക്കെ ആവശ്യമായിട്ടുള്ള ഓയിലും വേണം. അപ്പം ആദ്യം നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കുകയാണ്, ഉഴുന്ന് പരിപ്പ് വേവിച്ചെടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ വെന്ത് വരണം. അപ്പം നമുക്കിതെന്തായാലും വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ തക്കാളി ഒന്ന് പ്യൂരി ആക്കി എടുക്കാൻ പോവാണ്. തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കാം. ഞാനിത് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ ഇത് കണ്ടോ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഫുള്ളിങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതാക്കി. ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇത് ഡയറക്റ്റായിട്ട്, കാരണം നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു. പിന്നെ നമ്മുടെ എന്താ പറയുക, കേരളത്തിലെ റെസിപ്പി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിന് കോക്കനട്ട് ഓയിൽ ചേർക്കാത്തതാണ് നല്ലത്. ഇപ്പം നിങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ചേർത്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും ചേർത്ത് കൊടുത്തു. നമ്മൾ ആദ്യം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിന് ഒരു തക്കാളിയിലെ ആ വെള്ളമൊക്കെ ഒന്ന് പോയി നല്ല ഡാർക്ക് കളറായി വരും. അപ്പം അതുവരെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളകും മഞ്ഞളും എല്ലാം പൂക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഏതാണ്ടൊരു ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ പരിപ്പിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് നോക്കിയിട്ട് ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കും, ആ സമയത്ത് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ കസൂരി മേത്തി ഇടുന്ന സമയത്ത് ഒന്ന് കൈ വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്യൂലേ, അങ്ങനെ ആക്കിയിട്ട് ഇട്ടുണ്ടെങ്കിലാണ് ആ ഫ്ലേവർ മുഴുവനും അതിലേക്ക് ഇതാവുക കേട്ടോ. നമുക്ക് കുറച്ചൊരു ഗ്രേവി വേണമല്ലോ, അധികം തിക്കാവേണ്ട. അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തിളച്ചൊക്കെ വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും ഒക്കെ നോക്കാം, എരിവൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കി കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ കണക്കാണ് കേട്ടോ. അപ്പോൾ സംഭവം റെഡി ആയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ മധുരമൊന്നുമായിട്ട് അങ്ങനെ അറിയൊന്നുമില്ല, പക്ഷെ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അതുപോലെ നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ച ബട്ടർ ഉണ്ടല്ലോ, ബട്ടറും ഇട്ട് കൊടുക്കുകയാണ്. മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, നമുക്ക് അവസാനം ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന
മല്ലിയില കൊടുക്കാം. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.